ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ മോർണിംഗ് ഷോ 7 o'clock തൃശ്ശൂർ അകം തിയേറ്ററിൽ നിന്ന് ദേവദൂതൻ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ദേവദൂതൻ തിയേറ്ററിൽ കാണുന്നത് കേട്ടോ. 24 വർഷം മുമ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതൊന്നും തിയേറ്ററിൽ നമുക്ക് പടം കാണാൻ പറ്റിയിട്ടില്ല. അപ്പം എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുന്ന പടം കുടുംബവിശേഷം എന്നൊരു പടമാണ്, അതോ ജേർണലിസ്റ്റാണ്. എൻ്റെ പടമാണ് എൻ്റെ ഓർമ്മയിലാണ് തിയേറ്ററിൽ കാണുന്നത്. അച്ഛനായിട്ട് പോയിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ കൈപ്പുറം വിജയ് എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ എക്സൈറ്റ്മെൻറ്റോടെ തന്നെയാണ് പടം കണ്ട്. ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി പടം ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം മസ്റ്റായിട്ട്. എല്ലാവരും ആ രീതി എക്സ്പീരിയൻസ് നമ്മളെ കിട്ടിയത്. വിദ്യാസാഗർ, കൈതപ്രം, ലിപിമലയിൽ, ലാലേട്ടൻ, പെർഫോമൻസുകൾ വേറെ ലെവലാട്ടോ. ഇവരൊക്കെ മത്സരിച്ചിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാ മേഖലയിലും 100% നീതി പുലർത്തിയ പടം. ക്യാമറ, ഇത് പ്രാവ് വേറൊരു ക്യാരക്ടറാണ് കേട്ടോ. പ്രാവിന് ഭയങ്കര ഇത്രയും രസമായിട്ട് പ്രാവിനെ ഒരു സിനിമയിൽ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ക്ലൈമാക്സിൽ സീനൊക്കെ ഉണ്ട്. ശരിക്കും ഒരു ക്യാരക്ടറാണ് പ്രാവ്. പല ഇമ്പോർട്ടൻറ്റ് സീനുകളിലും കണക്റ്റ് ആകുന്ന കുറേ ഭാഗങ്ങളിൽ പ്രാവിന് ഭയങ്കര റോളുണ്ട്. നായ, പാട്ടുകൾ, പടം തുടങ്ങുമ്പോൾ തന്നെ എന്തൊരു മഹാനുഭാവിലെ പാട്ട് തുടങ്ങുന്നുണ്ട്. ക്ലൈമാക്സിൽ പടം കഴിഞ്ഞിട്ടോ പാട്ടിടുന്നുണ്ട്. അത് കണ്ടാൽ തന്നെ എൻ്റെ മനസ്സുണ്ടല്ലോ ഒരു വേറെ ഫീലാണെന്ന്. 7 മണിക്കാണ് നമ്മൾ പടത്തിന് പോകുന്നത്. ഹൗസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് റീ റിലീസ് പടത്തിന് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്പടിയും കണ്ടിരുന്നു, പക്ഷെ അന്ന് ഫാമിലി അധികം കണ്ടില്ല. ഇന്നലെ ഒരുപാട് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു ഈ പടം കാണാൻ. പിന്നെ പാട്ട് സീൻ വരുമ്പോൾ തിയേറ്ററിൽ ഭയങ്കര കൈഡിയായിരുന്നു. അലീന എന്നുള്ള BGM വരുന്ന സമയത്ത് പൂവേ പൂവേ പാലപ്പൂവേ പാട്ട് എല്ലാം ഗംഭീരമാണ്. പിന്നെ പെർഫോമൻസിനെ കുറിച്ച് നമുക്കിവിടെ പറയേണ്ട കാര്യമില്ല. ജയപ്രഭ ആയാലും മുരളി ആയാലും ജനാർദ്ദനൻ ചേട്ടനായാലും എല്ലാവരും ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ പഴയ പടങ്ങളിൽ ഒരുപാട് പേരുകൾ, രാധികയൊക്കെ ഇതിലുണ്ട്. ഒരുപാട് പേരുണ്ട്, യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുകൾ. നിറ സിനിമയിലുള്ള ഒരാളെ പേര് ഞാൻ മറന്നു, ജവനൊപ്പം ഫുൾ ടൈം ഉണ്ടാവുന്നത് ഹരി, ഒരുപാട് പേര് ഒക്കെ നല്ല പെർഫോമൻസുകളാണ്. മുരളിയുടെ വീട് സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഫീൽ ചെയ്തിട്ടോ. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പടം. അത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. നിങ്ങൾക്ക് ഇതൊരു അവസരമാണ് കേട്ടോ തിയേറ്ററിൽ കാണുന്നത്. നിങ്ങളൊരു മൂവി ലവറാണെന്നുണ്ടെങ്കിൽ ഈ പടം നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അത് നിങ്ങൾക്കൊരു അവസരമാണ്. പടം മാറും, അധികം ഒന്നും കളിക്കുന്നില്ല. 1 വീക്കിനുള്ള പടം മാറും. തൃശ്ശൂർ 2 ഷോ ഉണ്ട്, ഞായറാഴ്ച ഒക്കെ ഫുള്ളാണ്. നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിൽ പടം മൂവി ലവറാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അതാണ് ക്യാമറ എല്ലാ മേഖലയിലും നീതി പുലർത്തിയ പടം. ഈ ചില സീനുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണുമ്പോണ്ടല്ലോ അത് വേറെ ഫീൽ തന്നെയാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാധനങ്ങൾ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അത് ഒന്നും നമുക്ക് ഫീല് കിട്ടില്ല. പറയുമ്പോൾ പോയി എക്സ്പീരിയൻസ് തന്നെ വേണം. അതിഗംഭീര എക്സ്പീരിയൻസ്. അഗെയിൻ ഞാൻ ഫാമിലി ആയിട്ട് വൈഫും കുട്ടികളായിട്ടൊന്ന് വീണ്ടും കാണും. അപ്പോൾ വേറെ കൂടുതലൊന്നും പറയാനില്ല ഇതിനെ കുറിച്ച്. നിങ്ങളെല്ലാവരും അറിയാം ദേവദൂതൻ എന്താണെന്നും അതിലെ കഥാപാത്രങ്ങൾ എന്താണെന്നും എല്ലാം. അപ്പം അത് സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സ്ക്രീനിൽ കാണുന്നത്, ബിഗ് സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെത് ഒരു വലിയ എക്സൈറ്റ്മെന്റ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും അത് നമുക്ക് ഒരു ഫൈറ്റ് സീനെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ 17 മിനിറ്റ് പടം തീർക്കുന്നുണ്ട്. അപ്പോൾ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ഇവിടെ ഒന്നും പറയാനില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് ദേവദൂതൻ എന്താണെന്ന്, അതിലെ പാട്ടുകൾ എന്താണെന്ന്. അപ്പോൾ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. എന്തായാലും 4K റീ റിലീസ് വരുന്ന സമയത്ത് ഇത്ര എക്സ്പെക്ടേഷൻ കിട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു സ്ഫടികത്തിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ പടത്തിന് കയറുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ഇന്നലെ 2 ഷോയും ഫുള്ള്, ഇന്നിപ്പോൾ ഫുള്ള്, നാളെ ബുക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ്. ഈ പടത്തിന് കാണാൻ വേണ്ടി, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിവേ, നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ പടം കാണുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് അതിഗംഭീരമായിട്ട് തന്നെ അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.